ഒളിക്കേണ്ടതും ഭയക്കേണ്ടതും ഇരയല്ല എന്ന് പ്രഖ്യാപിച്ച മീറ്റു പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് പ്രമുഖ ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റീനെതിരായ ലൈംഗിക അതിക്രമ പരാതികളാണ്. 100-ലധികം സ്ത്രീകൾ മീറ്റു ഹാഷ്ടാഗുമായി ഹാർവിയിൽ നിന്നുണ്ടായ അതിക്രമങ്ങൾ വെളിപ്പെടുത്തി. പക്ഷേ ചുരുക്കം കേസുകളാണ് കോടതിയിലെത്തിയത്. ഈ കേസുകളിലൊന്നിന്റെ പുനർവിചാരണയിൽ ഹാർവി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ കോടതി. വിചാരണയിൽ പിഴവുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി 2024 ഏപ്രിലിൽ ന്യൂയോർക്ക് കോർട്ട് ഓഫ് അപ്പീൽസ് ഹാർവിക്കെതിരായ 2020 ശിക്ഷാവിധി തള്ളിയിരുന്നു. കേസുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെ മൊഴികൾ അനുവദിച്ചു എന്നതായിരുന്നു നടപടിക്രമത്തിലെ വീഴ്ച. ഇതോടെ നടി ജെസിക്ക മാനും പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് മിറിയം ഹാലിയും നൽകിയ പരാതിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഹാർവിക്ക് വിചാരണ കോടതി വിധിച്ച 23 വർഷത്തെ തടവ് ശിക്ഷ റദ്ദാക്കപ്പെട്ടു. പകരം പുതിയ ജൂറിയെ നിയമിച്ച് പുനർവിചാരണ നടത്താമെന്ന കോടതി ഉത്തരവിൽ കഴിഞ്ഞ ഏപ്രിൽ 23-ന് മാൻഹാട്ടൻ കോടതി പുനർവിചാരണ നടത്തി. 7 സ്ത്രീകളും 5 പുരുഷന്മാരും അടങ്ങുന്ന 12-അംഗ ജൂറി 6 ആഴ്ച വിചാരണ നീണ്ടു. നടി ജെസിക്ക മാൻ, മിറിയം ഹാലി എന്നിവരുടെ കേസിന് പുറമെ മോഡൽ കാജ സൊക്കോളയുടെ കേസും ജൂറി പരിഗണിച്ചു. ഇതിൽ 2006-ലെ മിറിയം ഹാലിയുടെ കേസിൽ ഹാർവി വെയിൻസ്റ്റീൻ കുറ്റക്കാരനാണെന്ന് ജൂറി കണ്ടെത്തി. 2002-ൽ തന്റെ 16-ാം വയസ്സിൽ ഹാർവിയിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടെന്ന മോഡൽ കാജ സൊക്കോളയുടെ പരാതിയിൽ ഹാർവിയെ കുറ്റവിമുക്തനാക്കി. ജെസിക്ക മാനിനെതിരായ ബലാത്സംഗ കേസിൽ വിചാരണ തുടരുകയാണ്. ലോസ് ആഞ്ചൽസിലെ ഹോട്ടലിൽ ഇറ്റാലിയൻ നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മറ്റൊരു കേസിൽ 16 വർഷ തടവിന് ശിക്ഷിക്കപ്പെട്ട ഹാർവിയെ കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്കിലെത്തിച്ചാണ് വിചാരണ നടത്തിയത്. അതിനിടെ ക്യാൻസർ സ്ഥിരീകരിക്കുകയും പ്രമേഹം ഗുരുതരമാവുകയും ചെയ്ത ഹാർവിയെ ബെല്ലെവ്യൂ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.